നമസ്കാരം. ഒക്ടോബർ 7-ന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിൽ വധിച്ച 5 പേരുടെ മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസമാണ് ഗാസയിൽ നിന്ന് കണ്ടെടുത്തത്. ഇവിടെയുള്ള ഖാൻ യൂനിസിൽ നിന്നാണ് ഈ മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. അവ തിരികെ അവരുടെ ജന്മനാട്ടിലേക്ക് എത്തിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇവിടെ ഉയരുന്ന ഒരു ചോദ്യം, ഇത്രയും മാസം ഈ മൃതദേഹങ്ങൾ ഇവർ എവിടെയാണ് സൂക്ഷിച്ചിരുന്നത് എന്നാണ്. ഇസ്രായേലിലും വ്യാപകമായ തോതിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഹമാസ് തീവ്രവാദികൾ എവിടെയാണ് ഇവർ തട്ടിക്കൊണ്ടു പോകുന്നവരുടെ, അതല്ലെങ്കിൽ അന്ന് വധിച്ചവരുടെയൊക്കെ തന്നെ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരുന്നത് എന്നാണ്. ഇസ്രായേൽ സൈന്യം ഒടുവിൽ അതിൻ്റെ സത്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഖാൻ യൂനിസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തുള്ള ഭൂഗർഭ തുരങ്കത്തിനുള്ളിലാണ് ഈ മൃതദേഹങ്ങൾ ഇവർ അടക്കം ചെയ്തിരുന്നത് എന്നാണ്. ഈ തുരങ്കങ്ങൾ വലിയ വിസ്തൃതിയുള്ള 200 മീറ്റർ നീളവും 80 മീറ്റർ ആഴവുമുള്ള വളരെ വിശാലമായ തുരങ്കങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവിടെ മൃതദേഹങ്ങൾ കുഴിച്ചിടാനും ഒക്കെ തന്നെ വലിയ തോതിലുള്ള സംവിധാനങ്ങളുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ വളരെ കൃത്യമായി തന്നെ ഇസ്രായേലിന് നേരത്തെ ലഭിച്ചിരുന്നു. ഇസ്രായേൽ നേരത്തെ പിടികൂടിയ ഹമാസ് തീവ്രവാദികളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് അവർക്ക് ഈ മൃതദേഹങ്ങൾ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള വളരെ കൃത്യമായ വിവരങ്ങൾ ലഭിച്ചത്. പക്ഷേ അന്ന് ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിച്ചൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നത് ഇതൊരു ജനവാസ മേഖലയാണ് എന്നുള്ളതാണ്. ഖാൻ യൂനിസ് പോലുള്ള വളരെ പ്രധാനപ്പെട്ട സ്ഥലത്തെ ഒരു ജനവാസ മേഖലയിലാണ് ഈ മൃതദേഹങ്ങൾ ഒളിപ്പിച്ച് വെച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവിടേക്ക് നേരിട്ട് പെട്ടെന്ന് ഒരു ആക്രമണം നടത്തിയാൽ അത് സാധാരണ ജനങ്ങളെ തന്നെ നേരിട്ട് ബാധിക്കുമെന്നും ഇത് ഹമാസ് തീവ്രവാദികൾ ഫലപ്രദമായി തങ്ങൾക്കെതിരായ പ്രചാരണത്തിന് ഉപയോഗിക്കുമെന്നും അറിയാവുന്നുള്ള ഇസ്രായേൽ സൈന്യം അന്ന് ഇക്കാര്യത്തിൽ ഒരു മൗനം പാലിക്കുകയായിരുന്നു. പിന്നീട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഖാൻ യൂനിസിലും പരിസരങ്ങളിലുമൊക്കെ ഉള്ള ഹമാസ് തീവ്രവാദികളെ നിരന്തരം വകവരുത്തിയതിന് ശേഷമാണ് അവർ കൃത്യമായി ഈ സ്ഥലത്തേക്ക് എത്തുന്നതും ഇവിടെ ഈ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത്. ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഈ തുരങ്കങ്ങളും മറ്റും കണ്ടുപിടിച്ച് അത് തകർക്കുന്ന വൈദഗ്ധ്യം ലഭിച്ച ഒരു വലിയ ടീം അവർക്കൊപ്പം ഉണ്ടായിരുന്നു. അവരാണ് ഈ മൃതദേഹങ്ങൾ കണ്ടെടുത്തത് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഇവരുടെയൊക്കെ തന്നെ മൃതദേഹങ്ങൾ ഇസ്രായേലിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അവിടെ നടത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഔപചാരികമായ കാര്യം ബന്ധുക്കൾ ഇവരെ തിരിച്ചറിയുക എന്നുള്ളതാണ്. ആ നടപടിക്രമങ്ങളും കൂടെ പൂർത്തിയാക്കിയാൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോട് തന്നെയായിരിക്കും ഇവരെ സംസ്കരിക്കുക. എന്തിനാണ് ഇവർ മൃതദേഹം കടത്തിക്കൊണ്ടുപോയത് എന്നുള്ളത് സംബന്ധിച്ച് ഇനിയും വ്യക്തമല്ല. ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം ഇവരുടെയൊക്കെ തന്നെ മൃതദേഹങ്ങൾ വലിച്ചഴിച്ച് വാഹനങ്ങൾ കയറ്റുന്നത് കണ്ടു എന്ന് അന്ന് ദൃക്സാക്ഷികൾ പലരും പറഞ്ഞിരുന്നുവെങ്കിൽ ഈ മൃതദേഹങ്ങൾ ഇവർക്ക് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാണ് എന്നുള്ള ചോദ്യം അന്നും അവിടെ ഉയർന്നിരുന്നു. ഒരുപക്ഷെ ഇസ്രായേലിനോടുള്ള പക ഈ മൃതദേഹങ്ങളോട് കൂടി തീർക്കാനാണോ ഇത്രയും ക്രൂരകൃത്യം ഇവർ ചെയ്തത് എന്നാണ് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ സന്ദർശനത്തിലാണ്. അവിടെ പ്രസിഡന്റ് ബൈഡനുമായും വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസുമായൊക്കെ തന്നെ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഇന്ന് മുൻ പ്രസിഡൻറ്റും ഇപ്പോഴത്തെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപുമായിട്ടും നെതന്യാഹു ചർച്ചകൾ നടത്തുന്നുണ്ട്. അവിടെയൊക്കെ തന്നെ ഇസ്രായേലിനെ എക്കാലത്തും സൈനികപരമായ കാര്യങ്ങളിൽ പിന്തുണ നൽകിയിട്ടുള്ള അമേരിക്ക അത് ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കാനായിരിക്കാം ഒരുപക്ഷേ നെതന്യാഹുവിൻ്റെ ശ്രമം. ഇടയ്ക്ക് ഇസ്രായേൽ അമേരിക്കൻ ബന്ധങ്ങളിൽ ചില്ലറ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായി എങ്കിൽ പോലും ഇപ്പോൾ അമേരിക്കയുമായി വളരെ നല്ല ബന്ധം തന്നെയാണ് പുലർത്തുന്നത്. ഏതായാലും ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്ക സന്ദർശനം നടത്തുന്ന അതേ വേളയിൽ തന്നെയാണ് ഇത്തരത്തിൽ ഇവർ തട്ടിക്കൊണ്ടുപോയ മൃതദേഹങ്ങളും മറ്റും ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ തുരങ്കങ്ങളിൽ മറ്റും ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് എന്നുള്ളത് സംബന്ധിച്ചുള്ള കൂടുതൽ വസ്തുതകൾ ഇപ്പോൾ പുറത്തു വരുന്നത് എന്നുള്ളത് അമേരിക്കൻ സർക്കാരുമായി നടത്തുന്ന ചർച്ചകളിൽ നെതന്യാഹുവിനെ സംബന്ധിച്ച് അത് വലിയൊരു നേട്ടമാകാനാണ് സാധ്യത. ഒപ്പം ഇസ്രായേലിൽ നിന്ന് നേരത്തെ ഹമാസ് തട്ടിക്കൊണ്ടുപോയ പലരുടെയും ബന്ധുക്കൾ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. തങ്ങളുടെ ഉറ്റവർ ഒരുപക്ഷെ കൊല്ലപ്പെട്ടിരിക്കാം എന്നാണ് അവരും കരുതുന്നത്. ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കണ്ടെടുത്ത് തുടങ്ങുന്നതോടുകൂടി എത്ര ബന്ദികളാണ് ഇപ്പോൾ അവരുടെ കൈവശമുള്ളത് എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായ കണക്ക് ലഭിക്കാത്ത അവസ്ഥയാണ്. നേരത്തെ 39 പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറഞ്ഞിരുന്നെങ്കിലും ഒരുപക്ഷെ മരണസംഖ്യ അതിലും കൂടുതലാകാൻ തന്നെയാണ് സാധ്യത. ഏതായാലും ഗാസ മേഖലയിലെ ഈ തുരങ്കങ്ങളൊക്കെ തന്നെ ഇവർ പ്രധാനമായും നിർമ്മിച്ചത് ഇവരുടെ നേതാക്കൾക്ക് ഒളിച്ചിരിക്കാനും ആയുധങ്ങൾ കടത്താനും ഒപ്പം ഇതുപോലെ തട്ടിക്കൊണ്ടുവന്ന ആളുകളെ വധിച്ച് അവരവിടെ തന്നെ ഒളിപ്പിച്ചു വയ്ക്കാനുമുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു എന്നുള്ളത് ഹമാസ് എന്ന തീവ്രവാദ സംഘടനയെ സംബന്ധിച്ച് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്.